ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പാപത്താൽ വീണു പോയവരാണ് മനുഷ്യവർഗം. നമ്മൾക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ പോകണമെന്നാണ് ആഗ്രഹം, അല്ലെ? മനുഷ്യവർഗത്തിന് മൊത്തം സ്വർഗത്തിൽ പോകണമെന്നാണ് ആഗ്രഹം. പക്ഷേ ഒരു കാര്യം മനുഷ്യവർഗം ഒരിക്കൽ പോലും മനസ്സിലാക്കാത്ത കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സ്വർഗത്തില് ഒരൊറ്റ ദൈവം മാത്രമേ ഉള്ളൂ, അല്ലെ? ആ സ്വർഗത്തിന്റെ നാഥനായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണ്. നമ്മളെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ജീവിച്ചുകൊണ്ട്, അല്ലെ, ഏതെങ്കിലുമൊക്കെ മതപരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സ്വർഗത്തിൽ പോകും എന്ന് നമ്മൾ ആരും വിചാരിക്കരുത്. യേശുവിന്റെ നീതി അത് നമ്മൾക്ക് ഇല്ല എങ്കിൽ, അല്ലെ, യേശുവിലല്ല എങ്കിൽ, യേശുവിന്റെ വഴി കൂടി അല്ല നമ്മൾ നടക്കുന്നെങ്കിൽ നമ്മൾ ഒരിക്കൽ പോലും സ്വർഗത്തിൽ എത്തിപ്പെടത്തില്ല, അല്ലെ? അപ്പൊ യേശു നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, പരീശന്മാരുടെ ശാസ്ത്രിമാരുടെ നീതിയെക്കാളും കവിഞ്ഞ നീതിയായിരിക്കണം നമ്മൾക്ക് ഉള്ളത്. ആ നീതി എന്ന് പറഞ്ഞാൽ ആരുടെ നീതിയാണ്? എങ്ങനെയുള്ള നീതിയാണ്? ദൈവത്തിൽ നിന്ന് വരുന്ന നീതി. ആ നീതി റൈച്ചസ്നെസ്, അല്ലെ, റൈച്ചസ്നെസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾക്ക് സ്വർഗത്തിൽ കടക്കാൻ സാധിക്കത്തുള്ളൂ. ആ റൈച്ചസ്നെസ് ഇല്ല എങ്കിൽ നമ്മൾ സ്വർഗത്തിൽ നമുക്ക് കടക്കാൻ സാധിക്കത്തില്ല. സ്വർഗം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ രാജ്യമാണ്, അല്ലെ? അപ്പോ സ്വർഗം യേശു എവിടെയാണോ അവിടെയാണ് സ്വർഗം. യേശു ഈ ലോകത്തുണ്ടെങ്കിൽ ഇവിടെയാണ് സ്വർഗം. ദൈവത്തിന്റെ പ്രസൻസിനെയാണ് സ്വർഗം എന്ന് പറഞ്ഞത്. സ്വർഗം വെറുതെ ഒരു സ്ഥലമല്ല, അല്ലെ? അത് കിങ്ഡമാണ്. കിങ് ഇല്ലാത്ത കിങ്ഡം എന്ന് പറഞ്ഞാൽ അതൊരു കിങ്ഡം ആകുന്നില്ല. യേശു ഇല്ലാത്ത സ്വർഗം എന്ന് പറഞ്ഞാൽ അത് സ്വർഗമാകുന്നില്ല, അല്ലെ? അപ്പോൾ യേശുവിന്റെ പ്രസൻസിലേക്ക്, ഹോളി ഓഫ് ഹോളീസിലേക്ക്, ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള സ്ഥലത്തേക്ക് കടക്കാനുള്ള അവകാശം നമ്മൾക്ക് തന്റെ രക്തം കൊണ്ട് യേശു നേടിത്തന്നിരിക്കുകയാണ്, അല്ലെ? യേശുവിൽ വിശ്വസിക്കാത്തവർ ആരും തന്നെ സ്വർഗത്തിലേക്ക് പോകുന്നില്ല. അപ്പൊ നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: പരീശന്മാരുടെ ശാസ്ത്രിമാരുടെ നീതിയെക്കാളും അതിനേക്കാളും കവിയുന്ന നീതി ഉള്ളവർക്ക് മാത്രമേ സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതാണ് ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത്. മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് സംസാരിക്കാം. കർത്താവേ, സമയത്ത് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങനെ പോലെ ദൈവമില്ല. കർത്താവ്, താങ്ക് യു സോ മച്ച് മാസ്റ്റർ ഗോഡ്. അങ്ങയുടെ സ്നേഹം പോലെ സ്നേഹം ഞങ്ങളെ തേടിയെത്ത സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങൾക്കായിട്ട് മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ഇന്നും ജീവിക്കുകയും ചെയ്ത ദൈവമേ, അങ്ങേക്കായിട്ട് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. ഹോളി സ്പിരിറ്റ് ഗോഡിനെ തന്നെയായിട്ട് നന്ദി പറയുന്നു. പിതാവേ, ഞങ്ങളുടെ സ്നേഹത്തിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ ഹൃദയത്തെ ഓപ്പൺ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവേ. പല മനുഷ്യരുടെയും ഹൃദയത്തെ പിശാച് കുരുടാക്കി വെച്ചിരിക്കുന്ന കർത്താവേ, ബ്ലൈൻഡ് ആക്കി വെച്ചിരിക്കുന്ന കർത്താവ്, അതൊക്കെ ഓപ്പൺ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ആമേൻ. സകല മഹത്വം അങ്ങേക്ക് തന്നെ ആയിരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. നമ്മൾ മത്തായി സുവിശേഷത്തിലേക്ക് പോകുമ്പോൾ 5-ാമത്തെ ചാപ്റ്ററിന്റെ 20-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ലേ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, അല്ലെ? അപ്പൊ യേശു ഇത് പറഞ്ഞ തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ശിഷ്യന്മാർ ദൈവത്തിന്റെ ഒപ്പം, യേശുവിന്റെ ഒപ്പം 3.5 വർഷക്കാലം അവർ ജീവിച്ച വ്യക്തികളാണ്. അപ്പൊ അവരോടാണ് പറഞ്ഞിരിക്കുന്നത് പരീശന്മാരെ ശാസ്ത്രിമാരുടെ നീതിയെപ്പറ്റി പറയുന്നത്. പരീശന്മാരെ ശാസ്ത്രിമാരെ പറ്റി പറയുമ്പോൾ, ഇസ്രായേൽ മക്കളെ ജനറൽ ആയിട്ട് പറയുമ്പോൾ, അവര് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ, ദൈവത്തിന്റെ വചനം, അല്ലെ, റിട്ടേൺ ഫോമിൽ കൊടുത്തിരുന്ന ആൾക്കാർ, ദൈവത്തിന്റെ ആൾക്കാർ, അല്ലെ? അപ്പൊ അവരെ പറ്റിയാണ് ദൈവം പറയുന്നത്. അവരുടെ നീതിയേക്കാൾ നമ്മളുടെ നീതി കവിഞ്ഞില്ല എങ്കിൽ നമ്മൾ സ്വർഗത്തിൽ എത്തിപ്പെടത്തില്ല എന്നാണ് പറയുന്നത് ശിഷ്യന്മാരോടാന്ന് വിചാരിച്ചോണം, അല്ലെ? പറയുന്നത് യേശുവിന്റെ അടുത്തേക്ക് വന്ന ആൾക്കാരെ പറ്റിയാ പറയുന്നത്. നാട്ടുകാരെ പറ്റിയല്ല പറഞ്ഞത്. യേശുവിന്റെ കൂടെ നിൽക്കാത്ത ആൾക്കാരെ പറ്റിയല്ല പറഞ്ഞത്. യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ പറ്റിയാ പറഞ്ഞത്. യേശുവിന്റെ അടുത്തേക്ക് വന്ന ആൾക്കാരെ പറ്റിയാണ് പറഞ്ഞത്. അപ്പൊ നമുക്കറിയാം 5-ാമത്തെ അധ്യായത്തിന്റെ എന്താ പറയാ, ആദ്യത്തെ വാക്ക് വായിക്കുമ്പോൾ, അവൻ പുരുഷാരത്തെ കണ്ടാരെ മലമേൽ കയറി അവർ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. അവൻ തിരുവായി മൊഴിഞ്ഞു അവരോട് ഉപദേശിച്ചത് എന്തെന്നാൽ, അപ്പൊ മനുഷ്യർ ദൈവത്തിലേക്ക് വരും, യേശുവിലേക്ക് വരും. അപ്പൊ യേശുവിലേക്ക് വരുന്നവരുടെ മുമ്പിലും തന്റെ ശിഷ്യന്മാരോടുമായിട്ടാണ് പറയുന്നത്, നിങ്ങളുടെ നീതി പരീശന്മാരുടെ ശാസ്ത്രിമാരുടെ നീതിയേക്കാളും കവിയണം. പരീശന്മാരുടെ ശാസ്ത്രിമാരുടെ നീതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് അവരെ പറ്റി ഒരു ഐഡിയ കിട്ടണമെങ്കിൽ മത്തായി തന്നെ എഴുതിയ സുവിശേഷത്തിന് 23-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമുക്ക് യേശുവിന്റെ തന്നെ വാക്കുകളാണ് അവരെ പറ്റി, ഈ പരീശന്മാരെ ശാസ്ത്രിമാരെ പറ്റി ഒരുപാട് പറഞ്ഞിട്ട്. ആ ഫുൾ ചാപ്റ്റർ അവരെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അവര് പറഞ്ഞത് എന്തെന്ന്, വൈറ്റ് വാഷ് ചെയ്തിരിക്കുന്ന ശവകുടീരങ്ങളെ പോലെ അവര്, അല്ലെ? പുറമേ കപ്പ് വാഷ് ചെയ്ത പോലെയും കപ്പും പാത്രങ്ങളും, പക്ഷെ ഇൻസൈഡ് അകത്ത് നിറച്ചും അഗ്ലി ആയിട്ടുള്ള നാസ്റ്റി ആയിട്ടിരിക്കുന്ന അതുപോലത്തെ അവസ്ഥയാണ് അവരുടേത്. പുറമേ നോക്കുമ്പോൾ ഈ മത്തായിന്റെ എഴുതിയ സുവിശേഷം 23-ാമത്തെ ചാപ്റ്ററിന്റെ 28-ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, പുറമേ നോക്കുമ്പോൾ അവർ ഭയങ്കര ഭക്തിയുള്ളവര്, പക്ഷെ അവര് ഉള്ളിന്റെ ഉള്ളില് ഹിപ്പോക്രസിയ, കപട ഭക്തിയ, അല്ലെ, വിദ്വേഷം നിറഞ്ഞിരിക്കുന്ന ആൾക്കാര് അവര്.
എന്താ പറയുക, ദൈവത്തിന് ഇഷ്ടമില്ല. ഇങ്ങനെ പറഞ്ഞേക്ക്, എങ്ങനെ തന്നെ പുറമേ നിങ്ങൾ നീതിമാന്മാർ എന്ന് മനുഷ്യർക്ക് തോന്നുന്നു, അകമയോ കപടഭക്തി അധർമ്മവും നിറഞ്ഞവരാകുന്നു. അപ്പൊ ഈ ശാസ്ത്രിമാരും പരീക്ഷന്മാരും റിലീജിയസ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ, മതപരമായിട്ട് കാര്യങ്ങൾ മാത്രം ഇങ്ങനെ ചെയ്തുകൊണ്ട് നടന്നുകൊണ്ടിരുന്ന ആൾക്കാര് അവരെങ്ങനെയെന്ന്, അവര് ശാസ്ത്രന്മാരും പരീക്ഷന്മാരും മോശയുടെ പീഠത്തിലിരിക്കുന്നു അല്ലെ. അവര് ഇസ്രായേൽ മക്കളെ പഠിപ്പിക്കുന്നു. പക്ഷെ യേശു തന്നെ പറയും, അവര് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു, പക്ഷെ അവര് ചെയ്യുന്ന നോക്കി നിങ്ങളൊന്നും ചെയ്യാൻ പോകരുത്. കാരണം അവരുടെ കയ്യിലിരിപ്പ് മോശമാണ്. അവര് മോശപ്പെട്ട രീതിയിൽ ജീവൻ നയിക്കുന്ന ആൾക്കാർ. മോശപ്പെട്ട രീതി എന്ന് പറഞ്ഞു വെച്ചാല് അവരുടെ മനസ്സ് മോശമാണെന്നാണ് പറഞ്ഞത് അല്ലെ. മഹാമോശപ്പെട്ട രീതിയിലുള്ള മനസ്സിന് ഉടമകളായിരുന്നു അല്ലെ. മനുഷ്യരുടെ തോളിലേക്ക് സകല ഭാരവും, മതത്തിൻ്റെതായിട്ടുള്ള അല്ലെ, ട്രഡീഷൻ്റെതായിട്ടുള്ള സകല ഭാരവും എടുത്ത് വെച്ചു കൊടുക്കും. പക്ഷെ എന്നാൽ അവരോ, പരീക്ഷന്മാരോ ശാസ്ത്രിമാരോ ഒരു ചെറിയ വിരല് പോലും അനക്കത്തില്ല, അതൊന്നും എടുത്ത് കളയുന്നതിന് വേണ്ടി അല്ലെ, അവരെ വിടുവിക്കുന്നതിന് വേണ്ടി. ഇവരോ സ്വർഗത്തിൽ കയറത്തില്ല, സ്വർഗത്തിൽ കയറാൻ വേണ്ടി മറ്റുള്ളവരോട്ട് സമ്മതിക്കത്തുമില്ല അല്ലെ. ഇവര് ചെയ്യുന്നത് മൊത്തം എന്താ പറയുക, നാട്ടുകാരെ കാണിക്കുന്നതിന് വേണ്ടി ഒരു ഷോ ഓഫ് നടത്തുന്ന ആൾക്കാരാണ്. എല്ലാവരും തങ്ങളൊന്നും അറിയണം, ഫേമസ് ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ. ടീച്ചർ എന്ന് മാർക്കറ്റ് പ്ലേസിൽ ആൾക്കാർ വിളിക്കുന്ന താല്പര്യം. സിനഗോഗിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വിരുന്നിന് പോയി കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അല്ലെ. എല്ലാവരെയും മുമ്പില് തങ്ങളെ തന്നെ ഒരു പെഡസ്റ്റിൽ നിർത്തുന്ന ആൾക്കാർ, തങ്ങൾ വളരെ വലിയ ആൾക്കാരാണെന്ന് എന്താ പറയണേ, സ്ഥാപിക്കാൻ നടക്കുന്ന ആൾക്കാർ അല്ലെ. എല്ലാവരെക്കാളും നീതി ഉള്ളവരാണ്, എല്ലാവരെക്കാളും എന്താ പറയാ, വിശ്വസിക്കാൻ കൊള്ളുന്നവരാണ്, എല്ലാവരെക്കാളും മഹത്തായിട്ടുള്ള വ്യക്തികളാണ് എന്ന് വരുത്തി തീർക്കാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാർ. അതോടൊപ്പം തന്നെ അവര് എന്താ പറയാ, ലോയിൽ നിന്ന് അല്ലെ, നീതി പ്രമാണത്തിൽ നിന്ന് ന്യായ പ്രമാണത്തിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ ഇവര് ചെയ്യുകയും ചെയ്യും അല്ലെ. അപ്പൊ യേശു ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, ഇവർ ദശാംശം കൊടുക്കും. ഏറ്റവും ചെറിയ എന്താ പറയണേ, സീഡിന്റെ പോലും, കടുകുമണീന്റെ പോലും ദശാംശം ഇവർ കൊടുക്കും. അതിന്റെ വിളവെടുക്കുമ്പോൾ അതിന്റെയും കൂടി ദശാംശം കൊടുക്കും. പക്ഷെ വെയിറ്റിയർ ആയിട്ടുള്ള കാര്യങ്ങൾ, എന്താ പറയണേ, ലോ കൊണ്ടുവന്നിരിക്കുന്ന ന്യായപ്രമാണം, ദൈവം എന്തൊക്കെ നോക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന വെയിറ്റിയർ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാല് എന്താ റൈച്ചസ്നെസ് വഴിയും ജസ്റ്റിസ് കൊണ്ട്, നീതിയും ന്യായവും സ്നേഹവും സമാധാനവും വിശ്വാസവും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും അവര് പ്രാവർത്തികമാക്കുന്ന ആൾക്കാരില്ല. അങ്ങനെ ഒരു കാര്യമായിട്ട് ഇവർക്ക് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല അല്ലെ. യേശു തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, ശാസ്ത്രിമാരും പരീശന്മാരും അവര് തോറ അല്ലെ, ലോ, ആദ്യത്തെ 5 ബുക്ക്, പിന്നെ പ്രോഫറ്റുമാര് ബുക്കുകൾ എല്ലാം ഇവര് അരിച്ചു പറക്കി വായിക്കും. എല്ലാത്തിലും അവർ എന്താ പറയുന്നത്, ജീവനുണ്ടോ, ജീവിതം കിട്ടുമോ എന്ന് നോക്കുന്നതിന് വേണ്ടി, നിത്യജീവന് വേണ്ടി അവർ എല്ലാം നോക്കും അല്ലെ, എല്ലാം വായിക്കും, എല്ലാം പഠിപ്പിക്കും, എല്ലാ കാര്യങ്ങളും ഉണ്ട്, അവർ സെർച്ച് ചെയ്യും. പക്ഷെ അവർക്ക് ഒരിക്കൽ പോലും സെർച്ചിങ് ഒക്കെ നടത്തിയെന്ന് പറഞ്ഞാൽ യേശുവിനെ കണ്ടെത്താൻ അവർക്ക് സാധിക്കത്തില്ല. എന്നാൽ തോറയും ലോയും പ്രോഫറ്റും, ബുക്ക് ഓഫ് പ്രോഫറ്റ്സ്, ഐസയും ജെറമിയനെ പറ്റിയൊക്കെ പറയുന്ന പ്രോഫറ്റ് എന്ന് പറയുമ്പോൾ, അപ്പൊ അതെല്ലാം അവരിലെല്ലാം എഴുതി വെക്കുന്ന യേശുവിനെ പറ്റി. പക്ഷെ ഇവർക്കൊട്ട് യേശുവിനെ കണ്ടെത്താൻ സാധിക്കത്തുമില്ല. യേശുവാണ് ജീവൻ അല്ലെ, യേശുവാണ് ജീവിതം, യേശുവാണ് നിത്യജീവൻ. അത് യേശുവിനെ ഇവർ കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ ഇവർ ഒരിക്കൽ പോലും എന്താ പറയുക, നിത്യജീവൻ ഇവർ കണ്ടെത്തുന്നില്ല. ഇവര് കുറെ ന്യായപ്രമാണം മൊത്തം അരച്ചു പറക്കി വായിച്ചത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇതാണ് ഇവരുടെ ലോ അല്ലെ, ഇതാണ് ഇവരുടെ ലോ അല്ലെ, ഇതാണ് ഇവരുടെ റൈച്ചസ്നെസ്, ഇതാണ് ഇവരുടെ നീതി ബോധം എന്ന് പറഞ്ഞാൽ. ഇവരുടെ നീതിബോധം എന്ന് പറഞ്ഞാല് ജഡത്തിന്റെ നീതിബോധമാണ്, ജഡത്തിന്റെ അനുസരിച്ച് ഒരു ജീവിതമാണ്. അതിന്റെ ഇടയ്ക്ക് അവര് കുറച്ചു എന്താ പറയണ, ന്യായപ്രമാണം പാലിക്കാൻ ശ്രമിക്കുക തന്നെ ചെയ്യും. പക്ഷെ അവിടെ ഇല്ല ഇവിടെ ഇല്ല പറഞ്ഞുള്ളൊരു രീതിയിലുള്ള ഒരു ജീവിതം അല്ലെ, മിക്കവാറും നിന്റെ ജഡത്തിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഒരു ജീവിതം ആണ് ഇവര് നയിച്ചു കൊണ്ടിരുന്നത്. ദൈവം പറഞ്ഞിരിക്കുന്നത്, അവരുടെ നീതിയെക്കാളും വലിയ നീതി അല്ല എങ്കിൽ, അവരെക്കാളും ഉയർന്ന ഗ്രേറ്റർ ആയിട്ടുള്ള നീതി അല്ല നമ്മുടെ നീതിയെങ്കിൽ നമ്മൾ ഒരിക്കൽ പോലും ദൈവത്തിന്റെ രാജ്യത്ത് കടക്കത്തില്ല. ഇവര് മതപരമായിട്ടുള്ള സകലവിധ ട്രഡീഷൻസ് ഇവർ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് അല്ലെ. കൈ കഴുകുന്നതിനെ പറ്റി തന്നെ യേശുക്രിസ്തു ധരിച്ചവരെ കൈ കഴുകിയില്ലെന്ന് പറഞ്ഞിട്ട് ഇവർ ബഹളം ഉണ്ടാക്കിയ ആൾക്കാരാണ്. യേശുക്രിസ്തു എന്താ പറയണേ, ഈ ചെയ്യുന്നതിനെല്ലാം കുറ്റം കണ്ടെത്തിയുന്ന ആൾക്കാരാണ് അല്ലെ. യേശു എന്താ പറയണേ, ഗലീലയിൽ നിന്ന് വന്നതുകൊണ്ട് മെസ്സയ അല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇവര് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരുന്ന ആൾക്കാരാണ്. യേശു ചെയ്യുന്ന കാര്യത്തിൽ എല്ലാം കുറ്റം കണ്ടെത്തിക്കൊണ്ട ആൾക്കാരാണ്. കാരണം ഇവര് നോക്കുമ്പോ ലോയില് പറഞ്ഞിരിക്കുന്നത് ഇവർക്ക് അച്ചട്ടായിട്ട് ഇവർ ചെയ്യുന്ന ആൾക്കാരാണ്.
പക്ഷേ അവിടെയൊന്നും നീതിയോ ന്യായമോ സമാധാനമോ സന്തോഷമോ കാരുണ്യമോ അങ്ങനെ ഒന്നും കണ്ടെത്താൻ അങ്ങനെയൊന്നും ചെയ്യാനും സാധിക്കാത്ത ഒരു സാധിക്കാതിരുന്ന വ്യക്തികളാണ് ഇവർ. അപ്പൊ ഇവരെ പോലെ ആകരുത് എന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ നീതി ബോധമാണ് നമ്മൾക്കുള്ളതെങ്കിൽ നമ്മൾ ഒരിക്കൽ പോലും സ്വർഗത്തിലായിരിക്കത്തില്ല. എന്ന് പറഞ്ഞാല് കുറേയധികം റിലീജിയസ് ആയിട്ടുള്ള മതപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടുവാണെങ്കിൽ, അല്ലെ, മതപരമായിട്ടുള്ള ജീവിതത്തിലെ ശൈലിയാണ് നമ്മൾ നയിക്കുന്നെങ്കിൽ ഒരിക്കലും ദൈവത്തിൽ എത്തിപ്പെടത്തില്ല. ലോ തന്നിരിക്കുന്നത്, ന്യായപ്രമാണം തന്നിരിക്കുന്ന ദൈവമാണ്. ന്യായപ്രമാണം നീതിയുള്ളതാണ്, അല്ലെ, ന്യായപ്രമാണം ദൈവത്തിൽ നിന്നുള്ളതാണ്. ന്യായപ്രമാണം മോശപ്പെട്ട കാര്യമല്ല, ന്യായപ്രമാണം ദൈവത്തിൻ്റെതാണ്. ദൈവം എന്ത് തന്നാൽ നല്ലതേ തരത്തുള്ളൂ. ന്യായപ്രമാണം മോശമായതുകൊണ്ടല്ല ഇവർക്ക് ന്യായപ്രമാണത്തിലെ അത് പാലിച്ചുകൊണ്ട് ഇവർക്ക് നന്നായി തീരാൻ സാധിക്കാതിരുന്നത്, ഇസ്രായേലിലെ മക്കൾക്ക് നന്നായി തീരാൻ സാധിക്കാതിരുന്നത് ന്യായപ്രമാണം മോശമായതുകൊണ്ടല്ല, ന്യായപ്രമാണം ദൈവത്തിൽ നിന്നുള്ളതാണ്. യേശു തന്നെ പറഞ്ഞിരിക്കുന്നത് മത്തായി സുവിശേഷത്തിലെ 5-ാമത്തെ ചാപ്റ്ററിന്റെ 17-ാമത്തെ വാക്കൂട്ടിങ്ങി വരുമ്പോൾ യേശു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാനത്ര ഞാൻ വന്നത്. ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും അല്ല, ദൈവം എഴുതിയിരിക്കുന്ന പ്രോഫറ്റുമാർ വഴിയും ന്യായപ്രമാണം വഴിയും ദൈവം തന്നിരിക്കുന്ന വാക്കുകൾ നടപ്പാക്കാൻ വേണ്ടിയാണ് യേശുക്രിസ്തു വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞ ന്യായപ്രമാണം നല്ലതാണ്, ന്യായപ്രമാണം ദൈവത്തിൽ നിന്നുള്ളതാണ്. ആ ന്യായപ്രമാണം നമ്മൾക്ക് പാലിക്കണമെങ്കിൽ ഒരു റിക്വയർമെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഹൃദയം ഹോളി സ്പിരിറ്റിന് ഹോളി സ്പിരിറ്റിനോട് ഈൽഡ് ആകാൻ ഉള്ള ഒരു മനസ്സുള്ളൊരു അങ്ങനെയുള്ള വ്യക്തികളായിരിക്കും നമ്മൾ. എന്ന് പറഞ്ഞാല് ന്യായപ്രമാണം ദൈവത്തിൽ നിന്നുള്ളതായത് കൊണ്ട്, ദൈവം സ്പിരിറ്റ് ആയതുകൊണ്ട് ന്യായപ്രമാണം സ്പിരിച്വൽ ആണ്, അല്ലെ. അത് ആത്മീയമായിട്ടുള്ള കാര്യമാണ് ന്യായപ്രമാണം എന്ന് പറഞ്ഞത്. ദൈവം ആത്മീയമായിട്ടുള്ള കാര്യം, ദൈവത്തിന്റെ വചനം ആത്മീയമായിട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ളതാണ്. പക്ഷെ നമ്മളുടെ ജഡത്തിന്റെ സ്വഭാവം വെച്ചുകൊണ്ട്, ജഡത്തിന്റെ കഴിവ് വെച്ചുകൊണ്ട്, ജഡത്തിന്റെ നീതിന്യായം വെച്ചുകൊണ്ട് നമ്മള് ദൈവത്തിന്റെ വചനത്തിൽ ജീവിക്കാൻ ശ്രമിച്ചാൽ നടക്കത്തില്ല, അല്ലെ. അത് നമ്മൾക്ക് ദൈവത്തിൽ നിന്ന് ഹെൽപ്പ് വേണം. ന്യായപ്രമാണം പാലിക്കണമെങ്കിലും ദൈവത്തിൽ നിന്നുള്ള ഹെൽപ്പ് വേണം, അല്ലെ. അങ്ങനെയുള്ള വ്യക്തികൾക്ക് മാത്രമേ ഉള്ളൂ, ദൈവത്തിൽ നിന്ന് ഹെൽപ്പ് കിട്ടുന്ന ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ന്യായപ്രമാണം പാലിക്കാൻ സാധിക്കത്തുള്ളൂ, അല്ലെ. ന്യായപ്രമാണം മോശമായതുകൊണ്ടല്ല ഇസ്രായേൽ മക്കൾക്ക് ന്യായപ്രമാണം പാലിക്കാൻ സാധിക്കാവുന്നത്. കാരണം അവരുടെ ഹൃദയം ദൈവത്തിലായിരുന്നില്ല, അല്ലെ. ദൈവത്തിലെ ഒപ്പമായ ഹൃദയം ഉള്ളവർക്ക് ന്യായപ്രമാണം പാലിക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. ന്യായപ്രമാണം തന്നിരിക്കുന്ന മനുഷ്യന്റെ ഉള്ളിൽ പാപമുണ്ടെന്ന് അറിയിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം തന്നിരിക്കുന്നത്, അല്ലെ. മനുഷ്യന്റെ ഉള്ളിൽ പാപമുണ്ട്, മനുഷ്യൻ പാപം ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ടാണല്ലോ ദൈവം പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഓരോ വർഷവും രക്തവുമായിട്ട്, ഇപ്പൊ ആരന്റെ ലീനേജിൽ പെടുന്ന ആൾക്കാരല്ലേ, ആരന്റെ മക്കളും മകളുടെ മക്കളും ഹൈ പ്രീസ്റ്റുകളായിട്ട് വരുന്നവര് വർഷത്തിൽ ഒരു പ്രാവശ്യം കാളക്കുറ്റന്മാർ രക്തവുമായിട്ട് ഹോളി ഓഫ് ഹോളീസിൽ ചെല്ലണം എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ഹോളി ആയിട്ടുള്ള സ്ഥലത്ത് ആർക്ക് ഓഫ് കവനന്റ് ഒക്കെ ഉണ്ടായിരുന്നിട്ട്, അല്ലെ, ദൈവത്തിന്റെ അടുത്ത് ചെല്ലണം, ഇസ്രായേലിന് വേണ്ടി മൊത്തം അറ്റോൺ ചെയ്യാൻ വേണ്ടി എന്നൊക്കെ ദൈവം പറഞ്ഞിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യർക്ക് പാപമുണ്ട്, പാപം ചെയ്യുന്നു എന്നറിയിക്കാൻ വേണ്ടിയാണ്. ഓരോ പാപം ചെയ്യുമ്പോൾ ഓരോ എന്താ പറയുക സാക്രിഫൈസ് ചെയ്യണം, ബലി കൊടുക്കണമെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത് തങ്ങൾ പാപം ചെയ്തു എന്ന് അറിയാവുന്നതിന് വേണ്ടിയാണ്. അത് ചെയ്തുകൊണ്ട് ശരിക്കും പറഞ്ഞാല് വെറുതെ ന്യായപ്രമാണത്തിന്റെ കാര്യങ്ങൾ എന്താ പറയുക മെക്കാനിക്കലായിട്ട് ചെയ്തുകൊണ്ട് ഒരു വ്യക്തിയും രക്ഷിക്കപ്പെടുന്നില്ല, ഒരു വ്യക്തിക്കും നീതി കിട്ടുന്നില്ല. അത് തന്നെയാ ദൈവം പറഞ്ഞിരിക്കുന്നത്, അല്ലെ. എന്താ പറയണം, റോമർക്കത്ത് ലേഖനത്തിൽ 3 പോകുമ്പോൾ ദൈവം 20-ാമത്തെ വാക്ക് അങ്ങനെ പറഞ്ഞേക്കുന്നത്, ഇത് ന്യായപ്രമാണം വെറുതെ പ്രവർത്തിച്ചുകൊണ്ട് ഒരു ജഡവും അവന്റെ സന്നിധി നീതീകരിക്കപ്പെടുന്നില്ല. പക്ഷെ എങ്ങനെ നീതീകരിക്കപ്പെടുന്നത്? ന്യായപ്രമാണം പ്രവർത്തിക്കുമ്പോൾ വ്യക്തികൾക്ക് മനസ്സിലാകുന്നു, ദൈവം ഞാൻ ചെയ്ത് തെറ്റാണല്ലോ, അല്ലെ, എനിക്ക് പാപത്തിനുള്ള മോചനം വേണമല്ലോ, അപ്പൊ ദൈവമേ എന്നെ ഒന്ന് രക്ഷിക്കണമേ, ഞാൻ പാപം ചെയ്തു പോയല്ലോ. ദൈവത്തിലേക്ക് ഹൃദയം വെക്കുമ്പോഴാണ് നമ്മൾക്ക് നമ്മുടെ പാപത്തിൽ നിന്ന് മോചനം ഉണ്ടാകുന്നത്. അപ്പൊ ന്യായപ്രമാണമാണെങ്കിൽ എന്ത് നമ്മളായിരിക്കുന്ന ഗ്രേസ് ഏറയിലാണെങ്കിൽ പോലും ദൈവം പറഞ്ഞിരിക്കുന്ന ദൈവത്തിലേക്ക് നോക്കുക എന്നുള്ളതാണ്, അല്ലെ. ദൈവത്തിലേക്ക് നോക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് നീതി ലഭിക്കത്തുള്ളൂ, അല്ലെ. നമ്മുടെ എന്താ പറയുക നീതി മനുഷ്യന്റെ നീതി ആകാതെ ഇരിക്കത്തുള്ളൂ. പക്ഷെ ഇസ്രായേലിലെ മക്കള് ന്യായപ്രമാണം കുറച്ചൊന്ന് ചെയ്ത് കൂട്ടിക്കഴിഞ്ഞപ്പോ നമ്മളിങ്ങനെ ബോക്സ് ടിക്ക് എന്ന് പറയുന്നത് വെച്ചാൽ ഞാൻ ഇത് ചെയ്തു, ഓക്കെ ശരിയായി, അപ്പൊ ഇനി അടുത്ത പ്രവൃത്തി ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയായി.
അപ്പൊ ഞാൻ നന്നായി അല്ലെ, എന്താന്ന് വെച്ചാല് ഞാനിപ്പോ ദൈവം പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ദൈവത്തിന്റെ ഗുഡ് ലിസ്റ്റിലാണ് എന്നൊരു ജീവിതശൈലി അവര് നയിച്ചുകൊണ്ടിരുന്ന അവരുടെ ഹൃദയം ദൈവത്തിനൊപ്പമായിരുന്നില്ല. പക്ഷെ ഇവിടെ ദൈവം പറയുന്നത് വെച്ചാല് നമ്മളുടെ നീതി പരീശന്മാരുടെ നീതിയെ കവിയണമെങ്കിൽ ആ നീതി നമുക്ക് ദൈവത്തിൽ നിന്ന് വരണം അല്ലെ. ആ നീതി ദൈവത്തിൽ നിന്ന് വന്നില്ല എങ്കിൽ എന്താ പറയണേ, നമ്മൾക്ക് നമ്മളുടെ നീതി കവിയത്തില്ല. മനുഷ്യന്റെ നീതിയാണ് ഈ ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെ നീതി അല്ലെ. മനുഷ്യന്റെ റൈച്ചസ്നെസ് ആണ് ഇവരുടെ റൈച്ചസ്നെസ്. ആ മനുഷ്യ അങ്ങനെയുള്ള റൈച്ചസ്നെസ് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ ഒരു കാലത്തും നമുക്ക് ദൈവത്തിന്റെ ഒപ്പം ആയിരിക്കാൻ സാധിക്കത്തില്ല അല്ലെ. ന്യായപ്രമാണം മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതായിരുന്നു അല്ലെ. ന്യായപ്രമാണത്തെ സമയത്ത് മനുഷ്യര് നേർചൊവ്വയുള്ള മനുഷ്യരുണ്ടായിരുന്നു. ന്യായപ്രമാണം മോശപ്പെട്ടതായിരുന്നില്ല. ഇപ്പൊ നമുക്കറിയാം ജോൺ ദ ബാപ്റ്റിസ്റ്റിന്റെ പേരൻസ് സക്കറിയായും എലിസബത്തും അവര് ന്യായപ്രമാണ റൈറ്റ്സ് ആയിട്ടുള്ള നീതിയുള്ള മനുഷ്യരെന്നാണ് ലൂക്കോസ് സുവിശേഷം 1-ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം അവര് ന്യായപ്രമാണം പാലിച്ചത് കൊണ്ട് അല്ല, അവർ ന്യായപ്രമാണം പാലിക്കുന്ന വ്യക്തികളായിരുന്നു. അതുകൊണ്ടല്ല അവർ റൈച്ചസ് ആയത്. അവരുടെ കണ്ണുകൾ ദൈവത്തിലായിരുന്നു. എബ്രഹാം റൈച്ചസ് ആയിരുന്നു അല്ലെ. എബ്രഹാം നീതീകരിക്കപ്പെട്ടവനായിരുന്നു. കാരണം എബ്രഹാമിന്റെ കണ്ണുകൾ ദൈവത്തിലായിരുന്നു. എബ്രഹാമിന്റെ ഹൃദയം ദൈവത്തിലായിരുന്നു അല്ലെ. ഡേവിഡിനെ എടുത്ത് നോക്കുമ്പോൾ ഡേവിഡ് പാവം ചെയ്ത വ്യക്തിയാണ്, ന്യായപ്രമാണം ലംഘിച്ച വ്യക്തിയാണ് ഡേവിഡ്. എന്നാലും ദൈവത്തിന്റെ ഹൃദയത്തിൽ ഇന്നും ഡേവിഡിന് ഒരു സ്ഥാനമുണ്ട്. കാരണം എന്താ, പാവം ചെയ്തെങ്കിൽ പോലും ക്ഷമ ചോദിച്ചുകൊണ്ട് തിരിച്ചു വന്നു അല്ലെ. ന്യായപ്രമാണം ലംഘിച്ചെങ്കിൽ പോലും ക്ഷമ ചോദിച്ചും തിരിച്ചു വന്നു. അപ്പോൾ ഹൃദയം ദൈവത്തിലായിരിക്കുക, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലെ. ദൈവം ഉദ്ദേശിച്ചത്. പക്ഷെ ഇവര് അങ്ങനെ ഹൃദയം ദൈവത്തിലായിരുന്നില്ല അല്ലെ. ഇവര് എന്തൊക്കെയോ ചെയ്തു കൂട്ടി. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ വെറുതെ കുറച്ച് ചർച്ചിൽ പോകുന്നു, കുറച്ച് ബൈബിള് വായിക്കുന്നു, അതെല്ലാം കഴിയുമ്പോൾ ഹൃദയത്തിന് ദൈവവുമായിട്ട് യാതൊരു സ്ഥാനവുമില്ല, ദൈവത്തിന്റെ അടുത്തല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്തു കൂട്ടുന്നത് മുഴുവനും ഈ പരീശന്മാരും ശാസ്ത്രിമാരും ചെയ്തു കൂട്ടുന്ന പോലെ ആയിത്തീരും. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളായിരിക്കരുത് എന്നാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് നമ്മൾക്ക് ദൈവത്തിന്റെ എന്താ പറയുക നീതി ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കുകയാണ്. യേശുക്രിസ്തു ക്രോസ് ഓഫ് കാൽവറിയിൽ നമ്മൾക്ക് വേണ്ടി മരിച്ചപ്പോൾ സകല വിധത്തിലുള്ള നമ്മളുടെ പാവങ്ങൾ യേശു തന്റെ തലയിൽ ഏറ്റിയപ്പോൾ അവിടെ വെച്ച് നമ്മളായിരുന്നു മരിക്കേണ്ടത്. നമ്മുടെ പാപം കൊണ്ടാണ് ഈ ലോകത്തിലേക്ക് എന്താ പറയുക മരണം എൻ്റർ ചെയ്തെങ്കിൽ നമ്മൾ മരിക്കേണ്ട സ്ഥലത്ത് നമ്മൾക്ക് വേണ്ടി മരിച്ചപ്പോൾ യേശു നമ്മൾക്ക് വേണ്ടി ചെയ്തു എന്തെന്ന് വെച്ചാൽ, ഒരുവനാൽ പാവത്താൽ മരണവും വന്നതുകൊണ്ട് മറ്റൊരുവനാൽ യേശുവിനാൽ അവസാനത്തെ ആടത്തിന്റെ മരണത്താൽ അല്ലെ നമ്മൾക്ക് അവസാനത്തെ ആടം യേശുവിന്റെ മരണത്താൽ നമ്മൾക്ക് ഇന്ന് നീതി കിട്ടിയിരിക്കുക. ദൈവത്തിന്റെ നീതി അത് ഫ്രീ ആയിട്ട് തന്നിരിക്കുകയാണ്. എന്താണ് ലോയും എന്താ പറയുക ഗ്രേസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ ഗ്രേസ് പീരീഡിലാണ്. ലോ എന്ന് പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ദൈവം തന്നാണ് ലോ അല്ലെ. ഗ്രേസും ദൈവത്തിൽ നിന്നുള്ളതാണ്. രണ്ടും മനോഹരമാണ്, ദൈവത്തിൽ നിന്നുള്ളതാണ്, രണ്ടും സ്പിരിച്വൽ ആണ് അല്ലെ. അപ്പൊ ലോ തന്നിരുന്നത് മനുഷ്യൻ പാപിയാണെന്നും മനുഷ്യന് പാപ സ്വഭാവമാണെന്നും അതറിഞ്ഞുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിലേക്ക് വരാനും ഉള്ളതാണ് ദൈവം തന്നിരിക്കുന്നല്ലോ. പക്ഷെ അത് എന്താ പറയുക മിക്കവാറും ആൾക്കാര് പാലിക്കാതിരുന്നുകൊണ്ട് അല്ലെ, പാലിക്കാതിരുന്നോണ്ടും എന്താ പറയുക ഇസ്രായേലിലുള്ള മിക്കവാറും ആൾക്കാര് അങ്ങനത്തെ ഒരു ജീവിതം നയിക്കായിരുന്നുണ്ട്. വെറുതെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം കുറച്ച് ചെയ്തു കൂട്ടിയെന്നല്ലാതെ ദൈവത്തിലേക്കായിരുന്നില്ല കണ്ണ് അല്ലെ. അതുകൊണ്ട് തന്നെ ദൈവത്തിന് മനുഷ്യവർഗത്തെ നശിപ്പിച്ച് കളയുന്ന താല്പര്യമില്ലാത്തതുകൊണ്ട്, മനുഷ്യവർഗത്തെ എന്താ പറയുക പാതാളത്തിലാക്കി കളയുന്നതിന് താല്പര്യമില്ലാത്തതുകൊണ്ട് സ്വന്തം മകനെ ലോകത്തിലേക്ക് വിട്ട്, എന്നിട്ട് സ്വന്തം മകൻ എന്ന് പറയുമ്പോൾ ദൈവം കൊടുത്തൊരു പേരാണ് അല്ലെ. യേശു സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന പേരാണ്. അല്ലാതെ പല മതക്കാരും വിചാരിക്കുന്ന പോലെ ദൈവത്തിന് മേരിൽ ഉണ്ടായ പുത്രനൊന്നുമല്ല. അതൊക്കെ വളരെ മോശപ്പെട്ട രീതിയിലുള്ള ചിന്താഗതി, ബ്ലാസ്ഫമിയാണ്, ദൈവദോഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ. അപ്പൊ ദൈവം പുത്രൻ എന്നുള്ള പേരിൽ ഈ ലോകത്തിലേക്ക് വന്നിട്ട് അല്ലെ നമ്മൾക്ക് വേണ്ടി ക്രോസ് ഓഫ് കാൽവറി മരിച്ചു കഴിഞ്ഞപ്പോൾ ആ സ്ഥലത്ത് യേശു എന്താ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല്, ക്രോസ് ഓഫ് കാൽവറിയിൽ കർത്താവ് ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന സകല കാര്യങ്ങൾ നമ്മൾക്ക് വേണ്ടി നിവർത്തികരിച്ചു അല്ലെ. സകലതും നമ്മൾക്ക് വേണ്ടി ചെയ്തു. ഇന്ന് യേശുവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ യേശുവിൽ കൂടി നമ്മൾ അത് ഫുൾഫിൽ ചെയ്യുന്നു അല്ലെ. അപ്പോ നമ്മള് സ്പെഷ്യലായിട്ട് പോയി ഒരു കാളക്കുറ്റന്മാരെ കൊല്ലുകയോ അല്ലെ എന്താ പറയുക ബലി കൊടുക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളും ചെയ്യണ്ട. കാരണം യേശുവിൽ വിശ്വസിക്കുമ്പോൾ യേശു നമ്മൾക്ക് വേണ്ടി എല്ലാ ന്യായപ്രമാണവും ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് നമ്മൾ ദൈവത്തിന്റെ കണ്ണിൽ നീതീകരിക്കപ്പെട്ടവരായി തീർന്നിരിക്കുന്നു. ദൈവം യേശു നമ്മൾക്ക് സ്വന്തം റൈച്ചസ്നെസ് നീതി നമുക്ക് തന്നിരിക്കുന്നു. ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ റൈച്ചസ് ആക്കിയിരിക്കുന്നു. അപ്പൊ അതാണ് ഗ്രേസ് എന്ന് പറഞ്ഞത്. ഗ്രേസ് എന്ന് പറയുമ്പോൾ നമ്മള് ലോ ചെയ്യേണ്ട കാര്യമില്ല, നമ്മള് ന്യായപ്രമാണത്തിൽ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. യേശു ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അല്ലെ.
അതാണ് ഗ്രേസ് എന്ന് പറഞ്ഞ് ലോയും ഗ്രേസും തമ്മിലുള്ള ഡിഫറൻസ്. ലോയിൽ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഗ്രേസ് പീരീഡിൽ ദൈവം ചെയ്തിരിക്കുന്നു. അപ്പൊ ഗ്രേസ് പീരീഡ് എന്ന് പറയുമ്പോ ഇനിയിപ്പോ യേശുക്രിസ്തു ക്രോസ് ഓഫ് കാൽവറി എല്ലാം ചെയ്ത് കഴിഞ്ഞില്ല, പിന്നെ എനിക്ക് വേണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഒരു ജീവിതം ജീവിച്ചു കൂട്ടാം എന്നാവുമ്പോ ഉണ്ടല്ലോ, അത് ദൈവം സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അതിനു വേണ്ടിയല്ല ദൈവം നമ്മൾക്ക് എന്താ പറയാ, ക്രോസ് ഓഫ് കാൽവറിയിൽ യേശു മരിച്ചത് നമ്മൾക്ക് തോന്നിയ പോലത്തെ ഒരു ജീവൻ നയിക്കുന്നതിന് വേണ്ടിയല്ല, അല്ലെ? ദൈവത്തിന്റെ നീതിയും ന്യായം സ്നേഹവും എല്ലാം ടേസ്റ്റ് ചെയ്തവര് പിന്നെ തിരിച്ചുപോയി പാപത്തിലായിരുന്ന അവർക്ക് പിന്നെ കൊടുക്കാൻ ഒരു ബലിയുമില്ലെന്ന എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് വേറെ ഒരു ബലിന്റെ കാര്യം 10-ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. പിന്നെ പാപത്തിൽ പിന്നെയും പിന്നെയും പാപപൂർണമായിട്ടൊരു ജീവൻ നയിച്ചു വരുന്ന വ്യക്തികൾക്ക് ഒരു ബലിയും ഇല്ല അവിടെ കൊടുക്കാൻ, അല്ലെ? അപ്പൊ പാപം എന്ന് ദൈവം പറയുമ്പോൾ ഭയങ്കരപ്പെട്ട പാപത്തെ പറ്റിയല്ല പറയുന്നത്. ദൈവത്തിന് ചെറുത് പാപമാണെങ്കിലും വലുത് പാപമാണെങ്കിലും ഒരുപോലെ പാപമാണ്, അല്ലെ? അപ്പൊ ഒന്ന് യേശുവിന്റെ വഴി കൂടെ അല്ല നടക്കുന്നതെങ്കിൽ, യേശുവിന്റെ വഴി കൂടെ അല്ല നടക്കുന്നതെങ്കിൽ അത് നമ്മൾ ചെയ്യുന്നത് മൊത്തം പാപമായിരിക്കും. അപ്പൊ യേശുവിന്റെ വഴി കൂടെ, യേശുവിനെ വിശ്വസിക്കുക, യേശുവിന്റെ വഴി കൂടെ നടക്കും. അപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ, ഒരു റൈച്ചസ് ആയിട്ടുള്ള ജീവിതം നയിക്കുക. അപ്പൊ അങ്ങനെയാകുമ്പോ ദൈവത്തിന്റെ ന്യായത്തിലും നീതിയിലുമായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ഒരു നീതി അല്ല എങ്കിൽ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അത് നമ്മളുടേതായിട്ടുള്ള പരീക്ഷന്മാരുടെ ശാസ്ത്രന്മാരുടെ നീതിയായിട്ടുള്ള ജഡത്തിന്റെ നീതിയിലായിരിക്കും നമ്മൾ പിന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ജഡത്തിന്റെ നീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാതിരിക്കുക. ജഡത്തിന്റെ നീതി ദൈവത്തിന്റെ നീതിയല്ല, അല്ല, ദൈവത്തിന്റെ നീതിയാണ് വലുതാണ്, നമ്മളുടെ പോലത്തെ അല്ല. അപ്പൊ ദൈവത്തിന്റെ നീതിയിലല്ല നമ്മൾ ജീവിക്കുന്നെങ്കിൽ നമുക്ക് സ്വർഗത്തിന്റെ രാജ്യത്തേക്ക് കടക്കാൻ സാധിക്കത്തില്ല എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പരിശുദ്ധി ഇല്ലെങ്കിൽ, നമ്മൾ പരിശുദ്ധി പെർസ്യൂ ചെയ്യാത്തവരാണെങ്കിൽ, പ്യൂരിറ്റി പെർസ്യൂ ചെയ്യണം എന്നാണ്, ഹോളിനെസ് പെർസ്യൂ ചെയ്യണം എന്നാണ്, അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എബ്രായർക്ക് ലേഖനത്തിൽ 12-ാമത്തെ ചാപ്റ്ററിലേക്ക് 14-ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എല്ലാവരും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ പ്യൂരിറ്റിയുള്ള ഒരു പ്യൂർ ആയിട്ടുള്ള ഒരു ഹോളിനെസ് ഉള്ള ഒരു ജീവൻ നയിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അത് വെറുതെ നമ്മളിലേക്ക് വരുന്നില്ല, നമ്മൾ ശ്രമിക്കണം, അല്ലെ? നമ്മുടെ ചിന്താഗതികൾ മോശമാകാതിരിക്കാൻ, നമ്മുടെ പ്രവൃത്തികൾ മോശമാകാതിരിക്കാൻ ഹോളി സ്പിരിറ്റിന്റെ ഹെൽപ്പോടുകൂടി നമ്മൾ എപ്പോഴും ശ്രമിക്കണം, അല്ലെ? നമ്മൾ ഹോളി സ്പിരിറ്റിന്റെ ഹെൽപ്പോടുകൂടി നമ്മൾ ജീവിക്കണം. നമ്മൾക്ക് തന്നെ ശുദ്ധമായിരിക്കാൻ സാധിക്കത്തില്ല, നമ്മൾക്ക് തന്നെ മോശപ്പെട്ട രീതിയിൽ ചിന്തിക്കാതിരിക്കാൻ സാധിക്കത്തില്ല. മനുഷ്യന്റെ ഹൃദയം എപ്പോഴും പാപത്തിലേക്ക് എന്താ പറയുക, ചാഞ്ഞു നിൽക്കുന്ന ഹൃദയം. അപ്പൊ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ഹെൽപ്പിലൊന്നും നടക്കത്തില്ല. അപ്പൊ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ഹെൽപ്പോടുകൂടി ദൈവത്തെ പ്രീതിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതം മാറിക്കട്ടെ. ഹോളി സ്പിരിറ്റ് ഗോഡിലായിരിക്കുന്നവർക്ക്, അല്ലെ, യേശുവിലായിരിക്കുന്ന ഹോളി സ്പിരിറ്റ് ഗോഡിൽ ലീഡ് ചെയ്യുന്നവർക്ക് എന്താ പറയുക, ഒരു കണ്ടംനേഷൻ ഇല്ല എന്ന് നമുക്ക് റോമർക്ക് ലേഖനത്തില് നമ്മൾ വായിക്കുന്ന 8-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോ അങ്ങനെ നമ്മൾ ആദ്യത്തെ വാക്കുകൾ ഇങ്ങനെയല്ല വയ്ക്കുന്നത്. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെ മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്നും ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പൊ ക്രിസ്തുയേശു ഉള്ളവർക്ക് ശിക്ഷാവിധി ഇല്ല. ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് ശിക്ഷാവിധി ഇല്ല എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ NKJV പോലെയുള്ള വെർഷനിലേക്ക്, ഇംഗ്ലീഷ് വെർഷനിലേക്ക് വരുമ്പോ റോമർക്ക് ലേഖനത്തിന്റെ 8-ാമത്തെ അധ്യായത്തിന് 1-ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് ഹോളി സ്പിരിറ്റിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾക്ക് ന്യായവിധിയില്ല. വെറുതെ ക്രിസ്തുയേശുവിലാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ക്രിസ്തുയേശുവിലായിരിക്കുക എന്ന് പറയുകയും മോശപ്പെട്ട രീതിയിൽ ജീവിക്കുന്ന വ്യക്തികളുമുണ്ട്, അല്ലെ? അങ്ങനെയുള്ള വ്യക്തികൾ ആകാതിരിക്കുക. ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്നവരായിരിക്കുക. അങ്ങനെയുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല, അല്ലെ? ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഹോളി സ്പിരിറ്റിലാണെങ്കിൽ സ്പിരിറ്റ് ഗോഡ് നമ്മളെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും നമ്മളെ മോചനം നമുക്ക് തന്നിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ നമുക്ക് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ ആയിരിക്കാം, അല്ലെ? ദൈവത്തിന്റെ നീതിയിലായിരിക്കും, ന്യായപ്രമാണത്തിലല്ല, ദൈവത്തിന്റെ നീതിയിൽ ആയിരിക്കാം. നമുക്ക് ദൈവത്തിന്റെ നീതി കൊണ്ട് നീതിയെ വസ്ത്രം പോലെ ധരിച്ചൊരു ജീവിതമായിരിക്കാം. ദൈവത്തിന്റെ നീതിയിൽ ഉറച്ചു നിന്നുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതം ആയിരിക്കാം. അങ്ങനെയുള്ള ഒരു ജീവിതമുള്ളവർക്ക് മാത്രമേ ദൈവത്തിന്റെ കിങ്ഡത്തിലേക്ക് കടക്കാൻ സാധിക്കത്തുള്ളൂ. ദൈവത്തിന്റെ പ്യൂരിറ്റി ഇല്ലാത്തവർക്ക് ദൈവത്തിനൊപ്പം ആയിരിക്കാൻ സാധിക്കത്തില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവം എന്താ പറയുക,
ഹോളിയാണ്. ആ പാപം ചെയ്ത പാടവും ഈവും എന്താ പറയുന്നത്, ഗാർഡൻ ഓഫ് ഈഡനിലെ പാപം ചെയ്തു പോയപ്പോ നശിച്ചു പോയതാണ് ആ പ്യൂരിറ്റി. നമുക്ക് തന്നിരുന്ന ആ എന്താ പറയാ മഹിമ, അല്ലെ, നമുക്ക് തന്നിരുന്ന ദൈവത്തിന്റെ ഒപ്പമായിരുന്നപ്പോൾ നമുക്കുണ്ടായിരുന്ന ആ ഹോളിനെസ് അത് നശിച്ചു പോയതാണ്. അവിടെ നിന്ന് നമ്മളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി യേശു ഈ ലോകത്തിലേക്ക് വന്നതും നമ്മൾക്ക് വേണ്ടി മരിച്ചതും പിന്നെ നമ്മൾ പാപം ചെയ്ത മഹിമയിൽ നിന്ന് വീണു പോയിട്ടും പിന്നെ ഞാൻ എനിക്ക് യേശുവിന്റെ ഒപ്പം ആയിരിക്കണം എന്ന് പറഞ്ഞു നടക്കത്തില്ല. അപ്പൊ നമ്മള് മനഃപൂർവ്വമായിട്ട് ഒരു പരിശുദ്ധമായിട്ടൊരു ജീവൻ നയിക്കാൻ വേണ്ടി ശ്രമിക്കണം. അത് നമ്മൾ ശ്രമിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക തന്നെ ചെയ്യും, അല്ലെ. നമ്മൾക്ക് ഇന്ന് എന്താ പറയുക, ഫ്രീ ആയിട്ടാണ് നീതി നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. റോമർക്ക് ലേഖനത്തിൽ 5-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ 17-ാമത്തെ വാക്കിൽ എങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എന്താ പറയുക, ഏകനാൻ മരണവും ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. നമ്മള് ഒരാൾ വഴി, അതായത് ആദം കൊണ്ട് നമ്മള് വീണുപോയവരായിരുന്നു. യേശുവിന്റെ മരണം കൊണ്ട് നമ്മള് രക്ഷിക്കപ്പെട്ടവരായി. നമ്മള് ദൈവം നമുക്ക് ഫ്രീ ആയിട്ട് നീതി നമുക്ക് കിട്ടി, ദാനമായിട്ട് തന്നതാണ്. നമ്മള് അതിനുവേണ്ടി ഒട്ടും വർക്ക് ചെയ്തില്ല. സാൽവേഷൻ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഗ്രേസ് ആണ് ദൈവത്തിന്റെ, അല്ലെ. ദൈവത്തിന്റെ കൃപയാണ്. നമ്മൾക്ക് വിശ്വസിക്കാനുള്ള കൃപ തന്നതും ദൈവത്തിലായിരിക്കാനുള്ള കൃപ തരുന്നതും എല്ലാം ദൈവം തന്നെ, അല്ല. നമ്മളൊന്നും പ്രത്യേകിച്ച് ചെയ്യുന്ന കാര്യമൊന്നും അല്ലല്ലേ, ദൈവത്തിൽ ആയിരിക്കും. ഇനി യേശുവിലായിരിക്കുന്ന സമയത്ത് നമ്മൾ പിന്നെയും ന്യായപ്രമാണത്തിന്റെ അടിയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ആൾക്കാർ തന്നെ ചെയ്യുന്ന കാര്യമാണ്, മിക്കവാറും എന്ന് പറയാൻ പറ്റും ചിലരെങ്കിലും ചെയ്യുന്ന കാര്യമാണ്, നമ്മളുടെ പ്രവൃത്തി കൊണ്ട് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും എന്ന് പറഞ്ഞാല് ഞാൻ ഇങ്ങനെ ഒരു റിലീജിയസ് സ്പിരിറ്റിൽ ഇങ്ങനെ പോകും. ലൈക്ക് ഞാൻ ഇന്ന് ബൈബിൾ വായിച്ചത്, ഞാൻ എങ്ങാനും ബൈബിൾ വായിക്കാനൊന്നും എനിക്ക് പറ്റിയില്ലെങ്കിൽ ദൈവം എന്നോട് കോപിക്കും, അല്ലെ. ചിലപ്പോ 1-2 ദിവസമൊക്കെ ബൈബിൾ വായിക്കാൻ സാധിച്ചില്ലെങ്കിൽ എത്രയോ പേരിങ്ങനെ, എന്റെ ദൈവമേ, ഞാൻ എൻ്റെ ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയല്ലോ, അങ്ങനെയൊക്കെ ഒരു രീതിയിൽ, അല്ലെ, ഒരു വെപ്രാളത്തിലൊക്കെ ആയിപ്പോകുന്നു. എനിക്ക് ഒരു ആഴ്ചയിൽ ചർച്ചിൽ പോകാൻ പറ്റില്ല, ഇപ്പൊ 2 ആഴ്ച ചർച്ചിൽ പോകാൻ പറ്റില്ല, ദൈവമേ, എനിക്ക് ദൈവം എന്നോട് എന്താ പറയുക ദേഷ്യപ്പെടുമായിരിക്കുമല്ലോ, അല്ലെ. അറിയാതെ ചെയ്തു പോകുന്ന പാവമാണെങ്കിൽ ക്ഷമ ചോദിച്ചതിന് ശേഷം ദൈവമേ ഞാൻ ഇങ്ങനെ ആയി പോയല്ലോ എന്നുള്ളൊരു കുറ്റബോധം, ഒരു സ്വന്തം പ്രവൃത്തി കൊണ്ട്, അല്ലെ, സ്വന്തമായിട്ട് വർക്ക് ചെയ്ത് ദൈവത്തിൽ നിന്ന് പ്രീതി മേടിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്ന പല ആൾക്കാരുമുണ്ട്. അത് പിശാചിന്റെ പ്രവർത്തനമാണ്, അല്ലെ. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പൊ റോമർക്ക് ലേഖനത്തിന് 5-ാമത്തെ ചാപ്റ്റർ 17-ാമത്തെ വാക്യം പറഞ്ഞിരിക്കുന്നത് വെച്ചാല് നീതി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. അത് നമ്മളൊന്നും ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്നതല്ല, അല്ലെ. അവന്റെ കരുണ നമ്മളെ തേടി എത്തുന്നതാണ്. അവന്റെ കരുണ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. നമ്മളൊന്നും ചെയ്യുന്നത് കൊണ്ടല്ല. നമ്മൾ കുറേ അധികം ബൈബിൾ വായിച്ചുകൊണ്ടോ കുറേ അധികം പ്രാർത്ഥിച്ചത് കൊണ്ടോ നമ്മൾ കുറേ അധികം ദൈവത്തിനൊപ്പം നടന്നു അതുകൊണ്ടൊന്നുമില്ല അവൻ സ്നേഹിക്കുന്നത്. അവൻ നമ്മളെ അങ്ങ് സ്നേഹിക്കുവാണ്. അതിന് പ്രത്യേകിച്ച് ഒരു കാര്യമൊന്നുമില്ല, അവനങ്ങ് സ്നേഹിക്കുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി നമ്മൾ ബൈബിൾ വായിക്കാതിരിക്കരുത്. എന്താ ഞാനിങ്ങനെ പറഞ്ഞ് ബൈബിൾ വായിക്കാതിരിക്കരുത്, നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുക, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് കൊണ്ട്, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് ദൈവത്തിൽ നിന്ന് ആ സ്നേഹം കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കരുത്, അല്ലെ. ദൈവത്തിലെ ഡിപ്പെൻഡ് ചെയ്യുക കംപ്ലീറ്റ്ലി നമ്മുടെ ജീവിതം മൊത്തം അവനിലായിരിക്കുക, അല്ലെ. നമ്മളുടെ പ്രവർത്തനം കൊണ്ട് ഞാൻ നേടിയെടുക്കുക എന്നുള്ള ഒരു അഹങ്കാരത്തിലേക്ക് പോകാതിരിക്കുക. ഞാൻ ഇങ്ങനെ ആയത്, ഞാൻ ഇത്രയധികം പ്രാർത്ഥിച്ചുകൊണ്ടാണ് എനിക്ക് ദൈവമായിട്ട് ജീവിക്കാൻ പറ്റുന്നത്, ദൈവം എന്നെ സ്നേഹിക്കുന്നത്, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കുക. അതുകൊണ്ടൊന്നും അല്ല, നമ്മളെ പ്രാർത്ഥനയുടെ കൂടുതൽ കൊണ്ടല്ല ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്. ദൈവം തീരുമാനം എടുത്താണ് ഞാൻ ഈ വ്യക്തികളെ സ്നേഹിക്കാൻ പോകുന്നുള്ളൂ, അല്ലെ. അപ്പൊ നമ്മളിങ്ങനെ വിചാരിക്കുമ്പോ, നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ, ഞാൻ ഇത്രയും ബൈബിൾ വായിക്കാൻ പോവാണ്, ഞാൻ ഇത്രയും നേരം പ്രാർത്ഥിക്കാൻ പോവാണ്, അപ്പൊ ദൈവത്തിന്റെ കൃപ എൻ്റെ കൂടെ ഉണ്ടാവും, അങ്ങനെയൊക്കെ രീതി നമ്മൾ ചെയ്യുമ്പോണ്ടല്ലോ പിന്നെയും എന്താ പറയുക, ഈ പരീക്ഷന്മാരുടെ ശാസ്ത്രന്മാരുടെ എന്താ പറയുക നീതിയിലേക്ക് നമ്മൾ പോകുന്നത്. അങ്ങനെയാകുന്ന വ്യക്തികളാകരുത് നമ്മള് ഹൃദയം കൊണ്ട് ദൈവത്തെ സ്നേഹിക്കുക, അല്ലെ. പാപികളായിരുന്ന നമ്മളെ തേടിയെത്തിയ സ്നേഹമാണ്. ഇന്നും ആ സ്നേഹത്തിനൊരു കുറവില്ല, അല്ലെ. നമ്മൾ പാപം ചെയ്തിട്ട് തിരിച്ച് ദൈവത്തിലേക്ക് വരുമ്പോ, അല്ലെ, ദൈവം സ്വീകരിക്കാൻ തയ്യാറാണ്, അല്ലെ. പാപം ചെയ്ത് പാപത്തിലായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ദൈവത്തിന് അകന്നു പോകത്തുള്ളൂ. പക്ഷെ അവിടെ നമ്മളെ തേടിയെത്തുന്ന സ്നേഹം, അല്ലെ, നമ്മളെ തേടിയെത്തുന്ന സ്നേഹമാണ് നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം, അല്ലെ. നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടല്ല അവനെ പ്രീതിപ്പെടുത്തുന്നത്. അവന്റെ സ്നേഹം നമ്മളിലേക്ക് വരുന്നത് നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടല്ല.
അത് മനസ്സിലാക്കുക. അപ്പോൾ പിന്നെയും പിന്നെ നമ്മൾ അങ്ങനെ വിചാരിക്കുവാണെങ്കിൽ ഞാൻ വലിയവനായതുകൊണ്ട് ഞാൻ കുറെ പ്രാർത്ഥിച്ചു, ഞാൻ കുറെ ബൈബിൾ വായിച്ചു, ഞാൻ ചർച്ചിൽ എല്ലാ ആഴ്ചയിലും പോയതുകൊണ്ടാണ് ദൈവം എൻ്റെ കൂടെ നിൽക്കുന്നത് എന്നൊക്കെ വിചാരിച്ച് പോവുകയാണെങ്കിൽ നമ്മൾ പിന്നെ പരീശന്മാരുടെ ശാസ്ത്രത്തിന്റെ നീതിയിലാണ് പോകുന്നത്. അങ്ങനെ ആകാതിരിക്കുക. ദൈവത്തിന്റെ കൃപയില് മുറുകെ പിടിക്കുക. അതിനെപ്പറ്റിയാണ് പറയുന്നത്. ദൈവത്തിന്റെ കൃപയിൽ മാത്രം ആശ്രയിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിന് സകലവിധ സ്തോത്രം അർപ്പിക്കുക. അതിനെപ്പറ്റിയാണ് പറയുന്നത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് ഈ സമയത്ത് നന്ദി പറയുന്നു. കർത്താവ് അങ്ങയുടെ സ്നേഹം പോലെ ഒരു സ്നേഹമില്ല. കർത്താവ് ഞങ്ങൾ ന്യായപ്രമാണത്തിന്റെ നീതിയിലോ അല്ലെങ്കിൽ ന്യായപ്രമാണത്തിലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് കർത്താവ് നീതി ലഭിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനോ, കർത്താവ് പരീശന്മാരുടെ ശാസ്ത്രിമാരുടെയും പോലത്തെ നീതിയിലോ ഒന്നുമായി പോകാതിരിക്കട്ടെ കർത്താവ്. അങ്ങയിലായിരിക്കട്ടെ ഞങ്ങളുടെ കണ്ണുകൾ കർത്താവ്, അങ്ങയോടായിരിക്കട്ടെ കർത്താവ് ഞങ്ങളുടെ സ്നേഹം മൊത്തം കർത്താവ്. താങ്ക് യു ജീസസ് മാസ്റ്റർ. കർത്താവ് അങ്ങയുടെ നീതിയിൽ ഉള്ള ഒരു ജീവിതം നയിക്കാനുള്ള കൃപ തന്ന് അപേക്ഷിക്കുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡ് സകലവിധത്തിലുള്ള കർത്താവ് മഹിമയെ അങ്ങേക്ക് മാത്രം വരട്ടെ. പ്രൈസ് ആൻഡ് വർഷിപ്പ് കർത്താവിനെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കണം അപേക്ഷിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കേട്ട നന്ദി. ദൈവത്തിന്റെ നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ.